അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സേഫ്റ്റി ഓഫീസർ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്ഷൻ, സേഫ്റ്റി ഇൻഡക്ഷൻ. ഇതൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് ട്രെയിനിങ് ആണിത്. എന്ന് വെച്ചാൽ ഒരു സൈറ്റിലേക്ക് പുതിയൊരാൾ, മീൻസ് ഒരു വർക്കർ വന്നാലും എഞ്ചിനീയർ വന്നാലും ഒരു പ്രൊജക്ട് മാനേജർ വന്നാലും ഈവൻ ഒരു ഗസ്റ്റ് വന്നാൽ കൂടി നമ്മൾ അവർക്ക് ഫസ്റ്റ് സേഫ്റ്റി ഇൻഡക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് മാത്രമേ അവർ ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാവുള്ളൂ. അപ്പം അറിയാമല്ലോ, ഇത് ഒരു എസെൻഷ്യൽ ട്രെയിനിങ് ആണ്. നമ്മുടെ ന്യൂ പേഴ്സൺ അറ്റ് സൈറ്റിലേക്ക് ഒരു എസെൻഷ്യൽ ട്രെയിനിങ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഇൻഡക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊരു ഗസ്റ്റ് സേഫ്റ്റി ഇൻഡക്ഷൻ നമുക്ക് മീൻസ് 2 രീതിയിലുള്ള ഇൻഡക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഒന്ന് സൈഡിലേക്ക് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പ്രോപ്പറായിട്ട് ഡീറ്റെയിൽഡ് ഇൻഡക്ഷനും, ഇപ്പോൾ ഗസ്റ്റാണ് വരുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള എമർജൻസി പ്ലാൻസ്, മീൻസ് വരുമ്പോഴത്തേക്ക് എമർജൻസി അസംബ്ലി പോയിന്റ് എവിടെയാണ്, അവരുടെ വെൽഫെയർ ഫെസിലിറ്റീസ് എവിടെയാണ്. മീൻസ് നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ എപ്പോഴും പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി കാണും. അവരെ കൂടെ നമ്മുടെ ടീമിൽ നിന്ന് ഒരാൾ എപ്പോഴും അവരെ കൂടെ കാണും. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഡക്ഷൻ ഗസ്റ്റിന് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കൊരു വർക്ക്മാനോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിനോ പുതിയതായിട്ട് നമ്മുടെ സൈഡിലേക്ക് വർക്ക് ചെയ്യാൻ വരുന്ന ആർക്കായാലും ഒരു ഡീറ്റെയിൽഡായിട്ട് ഒരു ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ HSE പോളിസി അവരോട് ഡിസ്കസ് ചെയ്യണം. ഇതാണ് ഒരു ന്യൂ കമ്മർ ആണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ HSE പോളിസി എന്താണെന്ന് അവർക്ക് അറിയില്ലായിരിക്കും. അപ്പം നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കമ്പനിയുടെ കമ്മിറ്റ്മെൻറ്റ് ഇതാണ്. HSE പോളിസി എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ കമ്മിറ്റ്മെൻറ്റാണ്, അവരെ എംപ്ലോയീസിനുള്ള കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ കമ്പനിയുടെ HSE പോളിസി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോജക്റ്റിനെ കുറിച്ചൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. പ്രോജക്റ്റ് ഇതാണ് പ്രോജക്റ്റ്, ഇത്ര എമൗണ്ടിൻ്റെ പ്രോജക്റ്റാണ്. നമ്മളിപ്പോൾ ഈ ഫേസിലാണ് പ്രോജക്റ്റ് നിൽക്കുന്നത്. ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് കൺസ്ട്രക്ഷൻ പാതി എത്തുമ്പോഴേക്കായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മൾ ഇന്നൊക്കെ കഴിഞ്ഞു, നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ പ്രോജക്റ്റ് നിൽക്കുന്നത്. പക്ഷേ പ്രോജക്റ്റിൻ്റെ ഒരു ബ്രീഫ് നമ്മൾ അവർക്ക് കൊടുക്കുക. ഒരു ഓർഗനൈസേഷൻ ചാർട്ട്, ആ ഒരു പ്രോജക്റ്റിൻ്റെ ഓർഗനൈസേഷൻ ചാർട്ട് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എമർജൻസി പ്ലാനാണ്. നമ്മൾ എമർജൻസി പ്ലാൻ അവരുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. എമർജൻസി പ്ലാനിൻ്റെ വീഡിയോ ആയിരിക്കും ഞാൻ അടുത്തത് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എമർജൻസി പ്ലാനിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന്. പക്ഷേ ഈ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ നമ്മൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ അവർക്ക് ട്രെയിനിങ് ആയിട്ട് കൊടുക്കുക. എത്ര അസംബ്ലി പോയിന്റ്സ് ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ അവിടെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, അവർക്ക് അതൊന്ന് ഫെമിലിയറൈസ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ഈ ഒരു എമർജൻസി പ്ലാനിൻ്റെ ആ ഒരു കണ്ടന്റ് കൊണ്ട് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എമർജൻസി കോൺടാക്ട് നമ്പേഴ്സ്, സൈഡ് ഡോക്ടേഴ്സ്, ഫസ്റ്റ് എയ്ഡേഴ്സ് എവിടെയാണ്, ആംബുലൻസ് എവിടെയാണ് അവൈലബിലിറ്റി, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആ ഒരു ഇൻഡക്ഷനിൽ കൂടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ പെർമിറ്റ്, സൂപ്പർവൈസേഴ്സ് ആയാലും ചിലപ്പോൾ റിസീവേഴ്സിന് പെർമിറ്റ് ഇഷ്യൂസിന് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യവും കൂടെ ഒരു ബ്രീഫായിട്ട് നമ്മൾ ഈ ഒരു ഇൻഡക്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. എന്തൊക്കെ പെർമിറ്റാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്, എത്ര പെർമിറ്റിൻ്റെ വാലിഡിറ്റി എത്രയാണ്, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു ഇൻഡക്ഷൻ പ്രൊസീജിയറിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പം നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ ഓരോ ഏരിയ തിരിച്ച് വേണം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് പറയുക. ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് സേഫ്റ്റി കെമിക്കൽ സ്റ്റോറേജ് ഏരിയയിൽ അവിടെ നമ്മൾ എക്സ്ട്രാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ വെയർ ചെയ്ത് പോകേണ്ട ഒരു എക്സ്ട്രാ മാസ്ക്, അത് കണക്കുള്ള ഡ്രസ്സസ്, അതെല്ലാം നമ്മൾ എക്സ്ട്രാ വെയർ ചെയ്ത് പോകേണ്ടി വരും. ഗൂഗിൾസ് എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ എക്സ്ട്രാ വെയർ ചെയ്ത് പോകേണ്ടി വരും ഒരു കെമിക്കൽ സ്റ്റോറേജ് ഏരിയയിൽ. ഒരു ഹോട്ട് വർക്ക് ചെയ്യുന്ന ആൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വെൽഡിങ്, ഫേസ് ഷീൽഡ്, അപ്രോൺസ്, അല്ലെങ്കിൽ അവർക്ക് കവറോൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഓരോ വർക്കിനും ആ ഒരു ബാച്ച് എങ്ങനെയാണ്, മീൻസ് ആ ഇൻഡക്ഷൻ ബാച്ച് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുള്ള PPയുടെ ഒരു ട്രെയിനിങ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു ഫയർ സേഫ്റ്റി അവയർനെസ്, ഒരു ബ്രീഫായിട്ടൊരു ഫയർ സേഫ്റ്റി അവയർനെസ്. നമ്മുടെ വർക്ക് സൈഡിൽ എന്തൊക്കെ ടൈപ്പുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ തരത്തിലുള്ള ഫയർ ക്ലാസ് ബി നമ്മുടെ സൈഡിൽ എന്തൊക്കെ തരത്തിൽ, ഇപ്പോൾ ഒരു പെട്രോളിയം സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ ഒരു ഡീസൽ സ്റ്റോറേജ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ക്ലാസ് ബി ഫയർ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ഫയർ എക്സ്റ്റിംഗ്വിഷാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ബ്രീഫ് ഒരു ഐഡിയ നമ്മൾ അവർക്ക്
കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ വർക്ക് പ്ലേസ് ഹസാർഡ്സ്. നമ്മുടെ സൈഡിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഹസാർഡ്സ്, ഈ ഒരു റിമോട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ സ്നേക്സ്, ഡോഗ്സ്, അങ്ങനെയുള്ള ഒരു ബയോളജിക്കൽ ഹസാർഡ് നമുക്ക് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഇലക്ട്രിക്കൽ ഷോക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ചിലപ്പോൾ നമുക്ക് ഒരു കാർപ്പൻ്റർ ഏരിയ കാണും, അപ്പോൾ അവിടെ നമ്മൾ വുഡ് കട്ടിങ് മെഷീൻസും പല പല മെഷീൻസും അവിടെ യൂസ് ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഷോക്കിൻ്റെ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു വെൽഡിങ് ഏരിയ കാണും, ഒരു ഹോട്ട് വർക്ക് ഏരിയ കാണും. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. ഈ ഒരു ഇൻഡക്ഷൻ പ്രൊസീജിയറിൽ നമ്മൾ എന്തൊക്കെയാണ് മീൻസ് നമ്മുടെ സൈഡിൽ മീൻസ് ഹസാർഡായിട്ട് ചാൻസ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആ ഒരു ഇൻഡക്ഷനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഈവൻ മെക്കാനിക്കൽ ഹസാർഡ്സ് ആയാലും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഹസാർഡ്സ് ആയാലും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആ ഒരു ഇൻഡക്ഷനിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നത് പെർമിറ്റ് ടു വർക്ക് സിസ്റ്റമാണ്. നമുക്ക് പലതരത്തിലുള്ള പെർമിറ്റ്സ് കാണും. എക്സ്കവേഷൻസ് കാണും, ഹൈറ്റ് വർക്ക് പെർമിറ്റ്സ് കാണും, ഹോട്ട് വർക്ക് പെർമിറ്റ്സ് കാണും. പെർമിറ്റ് എത്ര ടൈം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് കാണും. അത് നൈറ്റ് വർക്ക് പെർമിറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ ആയിരിക്കും എന്നാണ്. നൈറ്റ് വർക്കിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇൻഡക്ഷനിൽ ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. അടുത്തത്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമ്മൾ എന്തുമാത്രം നിയർ മിസ്സസും ഇൻസിഡൻസും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ സൈറ്റിലെ സേഫ്റ്റി കൾച്ചർ ഡെവലപ്പ് ആവുന്നത്. നമ്മൾ മാക്സിമം ഒബ്സർവേഷൻസ് റിപ്പോർട്ട് ചെയ്യുക, അത് ക്ലോസ് ഔട്ട് ചെയ്യുക. മാക്സിമം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യുക, അത് ക്ലോസ് ഔട്ട് ചെയ്യുക. പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ക്ലോസ് ഔട്ട് ചെയ്യുന്നിടത്താണ് അതിൻ്റെ റീ ഒക്കറൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ സേഫ്റ്റി ഓഫീസർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, അതിന് സൈഡിലുള്ള എല്ലാവരും വിചാരിക്കണം. അപ്പോൾ നമുക്ക് സേഫ്റ്റി ഇൻഡക്ഷൻ വഴി എങ്ങനെ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും, എങ്ങനെ അത് മീൻസ് സൂപ്പർവൈസർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് എന്താ പറയുക, അവരൊന്ന് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി ഒരു റെക്കഗ്നൈസേഷൻ പ്രോഗ്രാം. നിങ്ങൾ അതൊരു സൈഡിൻ്റെ കൾച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യും, സേഫ്റ്റി കൾച്ചറിനെ. നിങ്ങൾ ഇത്രമാത്രം ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത്രമാത്രം അൺസേഫ് വർക്ക് സ്റ്റോപ്പ് ചെയ്തു, അങ്ങനെ അവർക്ക് മന്ത്ലി എംപ്ലോയേഴ്സിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവരാണ് ഇത്രയും കൂടുതൽ ചെയ്തത് എന്ന് പറഞ്ഞൊരു റിവാർഡ് ആൻഡ് റെക്കഗ്നൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്കേഴ്സ് ആയാലും നമ്മുടെ എംപ്ലോയീസ് ആയാലും അവർ കൂടുതൽ അൺസേഫ് വർക്കും അൺസേഫ് ആക്റ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും നാളുകളിൽ മുന്നോട്ട് വരും. അത് നമ്മുടെ സൈഡിൻ്റെ സേഫ്റ്റി കൾച്ചർ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇൻഡക്ഷൻ ടൈമിന് തന്നെ നമ്മൾ എങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിലായിട്ട് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ റോഡ് സേഫ്റ്റിയുടെ ഒരു ചെറിയൊരു ട്രെയിനിങ് ഈ ഇൻഡക്ഷൻ പാർട്ടായിട്ട് ഉൾപ്പെടുത്തുക. പെഡസ്ട്രിയൻ വാക്ക് വേ എവിടെയാണ്, വെഹിക്കിൾ ആക്സസ് എവിടെയാണ്, എന്ത് സ്പീഡിലായിരിക്കണം വെഹിക്കിൾ അതിൽ കൂടെ പോകേണ്ടത്, ഒരു സൈറ്റിൽ എൻ്റർ ചെയ്താൽ പോകേണ്ടത്, എന്തൊക്കെ ട്രാഫിക് സിഗ്നൽസ് ആണ് നമ്മുടെ സൈഡിലുള്ളത്, അതൊക്കെ എങ്ങനെയാണ് ഒബേ ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും നമുക്കൊരു ഈ ഒരു ഇൻഡക്ഷനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് വരുന്നത് ഇത് അവസാനത്തതായിരിക്കും. അവസാന സ്ലൈഡാണ്. നമ്മുടെ സൈഡിൽ എന്തൊക്കെയാണ് പ്രൊഹിബിറ്റഡ്, നമ്മൾ ബുക്കിംഗ് പ്രൊവൈഡ് ചെയ്യും. മീൻസ് ബുക്കിംഗ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഹോഴ്സ് പ്ലേ എല്ലാം സൈഡിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമുക്കൊരു സൈറ്റ് ബുക്ക് കാണും, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, നമ്മുടെ കളർ കോഡഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. മീൻസ് ഓരോരോ വേസ്റ്റിന് ഓരോരോ കളർ വേസ്റ്റ് ബിന്നായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ വേസ്റ്റ് ഇടാനുള്ള, മീൻസ് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് മെറ്റലിനകത്ത് ഇടാതിരിക്കുക, അങ്ങനെ ഒരു ട്രെയിനിങ് കൂടെ നമ്മൾ ഈ ഒരു ഇൻഡക്ഷനകത്ത് അറേഞ്ച് ചെയ്യേണ്ടതാണ്. ട്രാഫിക് മാനേജ്മെൻറ്റ് ഓൾറെഡി ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞതാണ്, അത് ആ രീതി ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ ഹൗസ് കീപ്പിംഗ്, 5 years സിസ്റ്റം ഹൗസ് കീപ്പിംഗ് നമ്മൾ എൻഷുർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു സൈറ്റ് ഇൻഡക്ഷനിൽ തന്നെ നമ്മുടെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സിനെ, എൻജിനീയേഴ്സിനെ ആദ്യമേ തന്നെ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു ഇൻഡക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കണം. ഇത്രയും കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും പ്രോപ്പറായിട്ട് ഇൻഡക്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു പവർ പോയിന്റ് വെച്ചിട്ട് ഇൻഡക്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി മീൻസ് ഒരുപാട് മാൻ പവർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റെക്കോർഡഡ് വീഡിയോ സെക്ഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതാകുമ്പം ഒരുപാട് ടൈം വേസ്റ്റ് ആവില്ല. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പിന്നെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്, ഇപ്പം ഹൈദരാബാദ് ആണെങ്കിൽ തെലുങ്ക്, അങ്ങനെ രീതിയിൽ നമുക്ക് ഇത് കൊടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.